ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് സൂചന. ഇക്കാര്യത്തിൽ പ്രാദേശിക മാധ്യമങ്ങളും ചില സൂചനകൾ നൽകുന്നുണ്ട്. സേഫർ ലൊക്കേഷനിലേക്ക് നീങ്ങി എന്നാണ് പറയുന്നത്. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്, മാറി എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. അഗസ്റ്റിൻ, ഇപ്പോൾ നിലവിൽ 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്നാണ് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാജിവെച്ച് അവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയെന്നാണ് പറയുന്നത്. നിലവിൽ അവർ എങ്ങോട്ടേക്കാണ് മാറിയത്? ഇപ്പോൾ ഏത് രീതിയിലാണ് അവിടെ പ്രക്ഷോഭം തുടരുന്നത്? സ്വാതി, ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് അവർ ഔദ്യോഗിക വസതി വിട്ട് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ധാക്കയിൽ അവരുടെ ഓഫീസിലേക്ക് രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് നടക്കുന്ന വലിയ പ്രക്ഷോഭ മാർച്ച് വലിയ പ്രക്ഷോഭമായി രൂപപ്പെട്ടതിന് പിന്നാലെയാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ സ്ഥാനം രാജിവെക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇപ്പോ നമുക്കറിയാം, ജൂൺ 6 മുതൽ അവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന ക്വാട്ട പ്രക്ഷോഭം, അവിടുത്തെ ജോലികളിലെ വരുത്തിയിട്ടുള്ള ക്വാട്ട പരിഷ്കാരത്തിനെതിരായി സർവകലാശാലകളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭം രാജ്യമാകെ പടരുന്ന വലിയൊരു ആഭ്യന്തര വിപ്ലവമായി മാറുന്ന രീതിയിൽ, അവിടെ ഭരണമാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തത് നമുക്കറിയാം. ഏതാണ്ട് 1 മാസ കാലം ആകുന്ന ഈ പ്രക്ഷോഭത്തിനൊടുവിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവ വികാസമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ സ്ഥാനം രാജിവെച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക എന്ന നിലയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം 90 പേരാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. നേരത്തെ ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ആവശ്യം തന്നെ രാജ്യത്താകമാനം ഉയർന്നിരുന്നു. ഇവർ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് സഹോദരിയോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലേക്കാണ് ഇവർ മാറിയതെന്നും സൂചനയുണ്ട്. വീഡിയോ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ഒരു പദ്ധതി ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അവരുടെ വസതിയിലേക്ക് പ്രക്ഷോഭകർ മാർച്ച് ചെയ്യുന്നൊരു സ്ഥിതി എത്തിയപ്പോഴേക്കും ഈ പദ്ധതി ഉപേക്ഷിച്ച് അവർ കടന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, പ്രക്ഷോഭം ഒരു ഭരണ മാറ്റത്തിന് ഇടയാക്കുന്ന തരത്തിലുള്ള വലിയ പ്രക്ഷോഭമായി, രാഷ്ട്രീയ പ്രക്ഷോഭമായി ബംഗ്ലാദേശിലെ കോട്ട പ്രക്ഷോഭം മാറിയിരിക്കുകയാണ്. ശരി അഗസ്റ്റിൻ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ രാജ്യത്ത് വലിയ തരത്തിലുള്ള അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ അടക്കം ഉള്ളവ ഉപയോഗിക്കുന്നതിൽ നിരോധനമുണ്ട്. രാജ്യത്ത് അത് നിർത്തിയിരിക്കുകയാണ്. മൊബൈൽ ഇന്റർനെറ്റ് സേവനവും നിരോധിച്ചു എന്നാണ് പറയുന്നത്. ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നീങ്ങിയതെന്ന് ഉള്ള ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ സൈന്യം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ പിന്നീട് അത് കണ്ടുമില്ല. പ്രധാനമന്ത്രി സ്വമേധയാ രാജിവെക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ അതിലുള്ള വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതെ, ഇത് ലോങ് മാർച്ച് നടക്കുന്നതിന് പശ്ചാത്തലത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള പരിപാടി ഷെയ്ഖ് ഹസീനയ്ക്ക് ഉണ്ടായിരുന്നു. അത് ആ ഒരു നില, അത്തരത്തിലുള്ള നിയന്ത്രണ വിധേയമായ നില ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഈ ലോങ് മാർച്ചിന്റെ ഒരു പ്രക്ഷോഭ അതിന്റെ അക്രമാസക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അവർ ആ പദ്ധതി ഉപേക്ഷിക്കുകയും പിന്നീട് രാജിവെച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അവിടെ നിലവിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഇതിപ്പോ ധാക്കയിലേക്കുള്ള ലോങ് മാർച്ച് എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷഹീദ് മിനാറിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ചാണ്. ഒരു രാജ്യത്തിന്റെ ഒരു വലിയ ദേശീയ പ്രതീകമാണ് ഈ ഷഹീദ് മിനാർ. അവിടെ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ചാണ് ഇപ്പോൾ വലിയ നിലയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായി നമുക്കറിയാം. ജൂൺ 5 മുതൽ നടക്കുന്ന ജൂൺ 5 കോടതി വിധിക്ക് പിന്നാലെ ഉണ്ടായ സർവകലാശാലകളിൽ പ്രക്ഷോഭങ്ങളുടെ ഒരു അതിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വഴിത്തിരിവ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള സംഭവവികാസം. ഏതായാലും ഈ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരാനുണ്ട്. ഇതുവരെ 280-ലധികം ആളുകളാണ് ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയടക്കം ഈ നടക്കുന്ന വലിയ അക്രമ സംഭവങ്ങളെ കണക്കിൽ പരിഗണിച്ച് ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ആഹ്വാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും ബംഗ്ലാദേശെ സംബന്ധിച്ച് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നിർണായക സംഭവമാണ് ഈ പ്രക്ഷോഭവും അതിൽ തുടർന്നുള്ള സംഭവവികാസം. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. നിരവധി ആളുകളാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈന്യം 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്നായിരുന്നു ഷെയ്ഖ് ഹസീനയോട് ആവശ്യപ്പെട്ടിരുന്നത്. അന്ത്യശാസനം നൽകുകയായിരുന്നു ചെയ്തത്. അതിന് പിന്നാലെയാണ് രാജിവെച്ചതും നാടുവിട്ടതും. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി രാജിവെച്ച് പോയി എന്നാണ് അവിടെ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലേക്കാണ് എന്നുള്ളതാണ് സൂചനയായി വരുന്നത്. അത്തരം സൂചനയാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് സൈന്യത്തിൻ്റെ ജനറൽ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നീട്ടിവെച്ചിരുന്നു. ഷെയ്ഖ് ഹസീന സ്വമേധയാ രാജിവെക്കട്ടെ എന്ന നിലപാടിലായിരുന്നു സൈന്യമുണ്ടായിരുന്നത്. അതിനിടെയാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. സഹോദരിയോടൊപ്പമാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ ഇതിൽ കൂടുതൽ വിശദാംശം നൽകാനായി നമുക്കൊപ്പം PJ വിൻസെൻ്റ് ഉണ്ട്, വിദേശകാര്യ വിദഗ്ധനാണ്. ഇപ്പോൾ ഈ തരത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ചു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അത് ഇന്ത്യയിലേക്കാണ് എന്നും സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം ശരിയായിരിക്കും? ഏതു രീതിയിലാണ് അവിടെ ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നത്? അതീവ രൂക്ഷമായ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ ക്വാട്ട സിസ്റ്റത്തിനെതിരെ വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള സമരമാണ് ഇന്നത്തെ ഒരു സിവിൽ വാർ, ആഭ്യന്തര യുദ്ധം എന്ന തലത്തിലേക്ക് വളർന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം കോട്ട സംവിധാനത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഒരു ധാരണയിലെത്തി എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് സിറ്റുവേഷൻ മാറുകയും മിനിങ്ങാന്ന് തുടങ്ങിയിട്ടുള്ള ജനകീയമായ പ്രക്ഷോഭത്തിൽ 300-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതേസമയം മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടതായിട്ടും വ്യാപകമായ നാശനഷ്ടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്കും കടകൾക്കും ഒക്കെ ഉണ്ടായതായിട്ടും എല്ലാ അർത്ഥത്തിലും ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ രൂപത്തിലേക്ക് ബംഗ്ലാദേശ് മാറിയും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ പട്ടാളം അധികാരം ഏറ്റെടുക്കുന്ന ഒരു നിലയിലായത്. യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയുടെ തുടർച്ചയായ ഭരണത്തിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ വളരെ ശക്തമായിരുന്നു. ബംഗ്ലാദേശ് നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പലതരം പരിഹാരം കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വിശിഷ്യ യുവാക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അസംതൃപ്തി, കഠിനമായ തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ പരിഹരിക്കുന്നതിൽ അവർക്ക് ഒരു ഫലപ്രദമായ ഭരണാധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് ഏറ്റവും അധികം സൗഹൃദം കാത്തുസൂക്ഷിച്ച ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഷെയ്ഖ് ഹസീന. അത് ഇന്ത്യയുടെ മാത്രമല്ല, ഇപ്പൊ പശ്ചിമ ബംഗാളിലെ ഭരണകൂടത്തിലും മമതാ ബാനർജി അടക്കം, കാരണം അവർ ആ ബംഗാൾ സ്വത്വം ഉയർത്തിപ്പിടിക്കുകയും നമ്മുടെ പശ്ചിമ ബംഗാളിനോട് ഐക്യപ്പെടുകയും ഇന്ത്യയോട് വളരെയധികം സൗഹൃദം പുലർത്തുകയും അന്താരാഷ്ട്ര വേദികളിലെല്ലാം ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഷെയ്ഖ് ഹസീന. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന പല കാശ്മീർ വിഷയത്തിലടക്കമുള്ള കാര്യങ്ങളുടെ വിമർശനങ്ങൾക്ക് ഇന്ത്യൻ പക്ഷത്ത് നിന്ന് മറുപടി പറയാൻ പോലും യുണൈറ്റഡ് നേഷൻസിലെ ഷെയ്ഖ് ഹസീന തയ്യാറായി. ആ അർത്ഥത്തിൽ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഷെയ്ഖ് ഹസീന. മാത്രവുമല്ല നമ്മുടെ ഗംഗ വാട്ടർ ഷെയർ, അതുപോലെ ടീസ നദിയിൽ നിന്നുള്ള വെള്ളം ഷെയർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ, അതുപോലെ കോൺക്ലേവിന്റെ ഇഷ്യൂ, ഇതിലൊക്കെ പരിഹരിക്കുന്നതിന് ഇന്ത്യയുടെ അഭിപ്രായം കൂടെ കാണിച്ചുകൊണ്ട് ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഒരു സമീപനം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതുപോലെ ആസാമിലേക്കുള്ള ബംഗ്ലാദേശികളുടെ കടന്നുവരവ് അത് നിയന്ത്രിക്കാനുള്ള കാര്യം, ഇങ്ങനെയുള്ള, അതുപോലെ റാഖൈൻ പ്രൊവിൻസിൽ നിന്ന് കടന്നു വരുന്ന റോഹിംഗ്യകളുടെ പൊസിഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുമായി ചേർന്ന് നിന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് ഷെയ്ഖ് ഹസീന
സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ഇന്ത്യൻ അനുകൂല നിലപാടെടുക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഇവരെ വിമർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഏതായാലും ഈ പക്ഷെ ആഭ്യന്തര രംഗത്ത് പ്രശ്നം പരിഹരിക്കുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായി. ആന്റി ഇൻകംബൻസി ഫാക്ടർ അതിശക്തമായിരുന്നു. അവർക്ക് ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്നു. തീർച്ചയായിട്ടും അവർ ഇന്ത്യയിലേക്ക് വരികയുള്ളൂ. അവരുടെ വളരെ അടുത്ത സുഹൃത്താണ് അവർക്ക് ഇന്ത്യ അഭയം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം പട്ടാളം അധികാരത്തിൽ വരുന്നത് ഒരു പക്ഷേ അവിടുത്തെ ആഭ്യന്തര രംഗത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുപോലെ അഷാദ് തുടങ്ങി ഇങ്ങോട്ട് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊലജിയെ അതിനുശേഷം വന്ന പട്ടാളി ഭരണാധികാരികൾ ബംഗ്ലാദേശ് ഭരിച്ച ഘട്ടങ്ങളിലൊക്കെ ആ ഭരണകൂടം കഠിനമായ ഇന്ത്യ വിരുദ്ധത പുലർത്തിയിരുന്നു. ഇപ്പൊ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും, അതായത് ബംഗ്ലാദേശും അതുപോലെ ഇന്നത്തെ പാകിസ്ഥാനും ഒരുമിച്ച് ഇന്ത്യക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ വീണ്ടും ബംഗ്ലാദേശിൽ സൈന്യം അധികാരത്തിൽ വരുന്നത് സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയേക്കാം. സൈന്യം പലപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമില്ല. ഏതായാലും നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ കലാപം അത് ഉടനടി ശമിക്കാൻ ആവശ്യമായ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരുപക്ഷെ അതിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ഉടനെ തന്നെ അതിൽ ഇടപെടും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ പി ജെ വിൻസൻ, മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വരെ വിശേഷിപ്പിച്ചാണ് ഷെയ്ഖ് ഹസീന അക്രമികളെ നേരിട്ടതും അക്രമികളെ ശക്തമായി നേരിടും എന്നുമാണ് പറഞ്ഞത്. ഇതെല്ലാം അവർക്കെതിരെ ഒരു തിരിച്ചടിയായി വരികയായിരുന്നു ചെയ്തത്. ശരിക്കും ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നാടുവിടുന്നതിലേക്ക് വരെ നീങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നാൾവഴികൾ എങ്ങനെയാണെന്നൊന്ന് ചുരുക്കി പറയാൻ പറ്റുമോ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ? അതെ, ആന്റി ഇൻകംബൻസി ഫാക്ടർ ശക്തമായി നിലനിന്നെടുത്താണ്. അപ്പൊ അവര് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടന. അവര് ഈ 1971 നല്ല സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ അവിടുത്തെ സ്ത്രീജനങ്ങൾ അവരെ വീരാംഗന എന്ന പട്ടം കൊടുക്കുകയും അവർ പൂർണ്ണമായി പെൻഷൻ കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചു. മാത്രവുമല്ല അവരുടെ പാർട്ടി ഈ മുജിബുർ റഹ്മാന്റെ പാരമ്പര്യത്തിൽ വരുന്ന അവരുടെ പാർട്ടിയുടെ ആളുകൾക്ക് ഭരണത്തിന്റെ എല്ലാ ഭാഗങ്ങളും സഹായകമായ സ്വാധീനമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നെപ്പോട്ടിസം അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നമായിരുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ തുടർച്ചയായ ഭരണത്തിലിരിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ആന്റി ഇൻകംബൻസി വളരെ ശക്തമായി ബംഗ്ലാദേശ് നിലനിന്നിരുന്നു. ഇതോടൊപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബീഗം ഖലീദ സിയ അവർക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം, അപ്പൊ അവർക്ക് ഫലപ്രദമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ തീവ്രവാദ ശക്തികൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് പലതിലും ഇന്ത്യ വിരുദ്ധ സ്വഭാവം പുലർത്തുന്ന ആളുകളുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ അനുകൂല നയം തന്നെ ഇത്തരം വിഭാഗങ്ങളെ വലിയ രൂപത്തിൽ ശാക്തീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ എക്സ്ട്രീം റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ, വലതുപക്ഷ സ്വഭാവം പുലർത്തുന്ന സംഘടനകൾ, മത സംഘടനകൾ തുടങ്ങി അതിതീവ്ര നിലപാടെടുക്കുന്ന ഭീകരവാദികൾ വരെ ചേർന്ന ഒരു ഐക്യനിര രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കോട്ട സമരം കടന്നത്. അപ്പോൾ കോട്ട വിരുദ്ധ സമരം അത് വിദ്യാർത്ഥികൾ തുടങ്ങിയ സമയത്ത് തന്നെ അത് കൈകാര്യം ചെയ്യണമായിരുന്നു. വളരെ പെട്ടെന്ന് 2011 അറബ് വസന്തത്തിന്റെയൊക്കെ ഭാഗമായി ജനകീയ ഉയർപ്പുണ്ടാകുന്ന രീതിയിൽ അവിടുത്തെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അതുപോലെ തീവ്ര നിലപാടെടുക്കുന്ന ആളുകൾ, മത സംഘടനകൾ എന്നിവരുടെ എല്ലാം വിപുലമായൊരു ഐക്യനിര ഈ കോട്ട വിരുദ്ധ സമരത്തിൽ രൂപപ്പെട്ടു. അതിന്റെ തുടർച്ചയിലാണ് ഇന്ന് കാണുന്ന പ്രക്ഷോഭം ഒരു ആഭ്യന്തര കലാപത്തിന്റെ തലത്തിലേക്ക് വളരുകയും അവർക്ക് രാജ്യം വിട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം. ഓക്കെ, ശ്രീ പി ജെ വിൻസൻ, വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ രാജ്യം വിട്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന. ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് സൂചനകൾ വരുന്നത്. സഹോദരിക്കൊപ്പം കടന്നു, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ആഭ്യന്തര കലാപം രൂക്ഷമായി മാറും, ഇനിയും രൂക്ഷമാകും എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ.